ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:15 ആയിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ കസിൻസാണ് ചെയ്യുന്നത്. എല്ലാവരും എഴുന്നേറ്റ് പോയി. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കാണാം. ചേച്ചി അപ്പൊ നമ്മുടെ നാത്തു ചായ ഒക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. അപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ രണ്ടുപേര് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുവാ? ഉള്ളി പൊളിക്കുക. ഇന്ന് എന്താ പരിപാടി? ഇന്ന് ഞങ്ങൾ ചിക്കൻ കറിയും പിടിയും ആക്കുന്നുണ്ട്. ചിക്കൻ കറിയും പിടിയും ബീഫും. ഇവിടെ നല്ല സൺകിസ് ഉണ്ട്. ചായ കുടിച്ചോ? ചായ നാത്തൂൻ രാവിലെ കൊണ്ടുത്തന്നു. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമുക്ക് പണി കിട്ടി. സറൗണ്ടിങ്സ് ഒക്കെ കാണിച്ചു കൊടുക്കാം. നമ്മളിപ്പം അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. പുള്ളിക്കാർ രാവിലെ തൊട്ടേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടക്കുന്നു. വേറെ ഒരു പണിയില്ല, ഇങ്ങനെ ഓടി നടത്തുകയാണ് പണി. നാത്തൂനെ അതെ ഗൈസ്, നിങ്ങളുടെ അവിടെ ഇങ്ങനത്തെ പാളയുണ്ട്? പാളയുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ കമന്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, അച്ചു ഒരു ബെസ്റ്റിനെ തേടുന്നുണ്ട്. ഒരുങ്ങിയിട്ട് വരാടി. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഭക്ഷണം കഴിച്ചേ കഴിക്കും. കഴിച്ചോളൂ. എന്താ ഇന്ന് ചായക്ക്? പുട്ടും. നമ്മളത് ആദ്യമായിട്ട് പുട്ടും മാങ്ങയും ട്രൈ ചെയ്യുമല്ലേ നീനു? ഗൈസ്, നമ്മൾ അങ്ങനെ പുട്ടും മാങ്ങയും ട്രൈ ചെയ്യുമ്പോഴാണ് ഉണ്ടാൻ പാടില്ല. കഞ്ഞിയും കറിയൊക്കെ വെക്കുക. ഇനി എന്നെ എടുക്കുക. ഗൈസ്, നമ്മളൊന്ന് വീട്ടിൽ പോവാണ്. നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ വീട്ടിലെത്തി. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചിനിപ്പോൾ ആരുടെ വീട്ടിലോട്ട് പോവാണ്. ഈവനിങ് ഇന്ന് അവിടെയാണ് പരിപാടി. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയൊരു പാർട്ടി. സോ നമ്മൾ തിരിച്ച് അവരുടെ അടുത്തോട്ട് പോവാം. നമ്മൾ നമ്മുടെ ആൻ്റിയുടെ വീട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വഴി കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണിത്. കുറച്ചുകൂടി അല്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര കോടയൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് നല്ല ഭംഗിയാണ് കാണാൻ. നീനു ചേച്ചി എന്നെടുക്കുക. എന്താ? ഓക്കേ. മടിക്കുട്ടി കഴുതിയിരിക്കുന്നു. കുത്തു കഴുതി. നമ്മൾ അങ്ങനെ ഉച്ചക്ക് ചോറുണ്ടുവാണ്. വലിയ എന്താ കഴിക്കുന്നത്? ഞാൻ പഴയകഞ്ഞി ഓടിക്കുന്നത്. എന്താ കറി? ഉണക്കമീൻ, ചക്കുകുരുമാങ്ങ, പയറുതോരൻ, ചീയല്, ചമ്മന്തി. അത്രേ ഉള്ളൂ. ചിന്നു കഴിക്കുമ്പോ ഡിസ്റ്റർബ് ആക്കുന്നത്. നീന് ഫുഡ് കഴിക്കൂടാ? അല്ല, തീയിലെടുത്തോടി. ആഫ്റ്റർനൂൺ നാപ്പ്. അച്ചു പറഞ്ഞു. അച്ചു കള്ളർക്കാന്നോന്നല്ലോ. എല്ലാരും കണ്ണടക്കേ. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ട് കാണാം കേട്ടോ. അച്ചു എന്തെടുക്കുക? ഉള്ളി അരിയുക. എന്തിനുള്ള ഉള്ളി അരിയുന്നേ? ഉഴുന്ന് കറിക്ക്. എൻ്റെ സ്പെഷ്യലാണ്. ചിന്നു ചുമ്മാതെ ഇരിക്കുക. കാല് നീട്ടി. ആരെങ്കിലും ചുമ്മാതെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും പണിയെടുത്താൽ എങ്ങനെയാണ്? ശരിയാക്കി. എവിടെ പോവാ?
ഹോസ്പിറ്റലിൽ പോവാ. എന്താ പറ്റിയ? ചേച്ചീൻ്റെ കൊച്ചിന് സുഖമില്ല, അപ്പൊ കാണാൻ വേണ്ടി പോവാ. ബാ. ഹോസ്പിറ്റലിലെത്തി. നമ്മൾ ഇനി അവരുടെ അടുത്തോട്ട് പോവാ. അങ്ങനെ സ്കൂള് വിട്ട് എന്നാ കഴിക്കുന്നേ? അച്ചു എന്തെടുക്കുക? അന്ന മോനെ പറ്റിയ എന്തിനാ ഒറ്റപ്പെടുത്തിയേ? എന്തിനാ ഒറ്റപ്പെടുത്തിയേ? അന്ന മോനെ ശരി. നമ്മൾ എന്താ വെക്കുന്നേ? ചിക്കൻ കറി. ചിക്കൻ കറിക്കകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നു കേട്ടല്ലോ, ശരിയാണോ? അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും, കൊഴുപ്പ് കിട്ടും. ആണോ? അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ പിടിയും കോഴിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളിയേച്ചി പിടിയും കോഴിയുടെ പ്രിപ്പറേഷനിലാണ്. ഇത് വറുത്ത പൊടിയാണോ വെള്ളിയേച്ചി? അതെ. പിടിയാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തേങ്ങ ചന്തതിന്റെ മുകളിലോട്ട് ഇടണം, അരിപ്പൊടിയുടെ മുകളിലോട്ട്. എത്ര തേങ്ങ രണ്ടേക്കുന്ന ഇപ്പോ? അത് 5-6 തേങ്ങയുണ്ട്. അത് നമ്മളെ അരിപ്പൊടിയുടെ കണക്കനുസരിച്ച് തേങ്ങ എടുക്കണം. ഓക്കെ. 1 കിലോ അരിക്ക് 2 തേങ്ങ. ഓക്കെ. ഇതെന്തൊക്കെയാ വെള്ളിയേച്ചി ഇപ്പൊ ഇട്ടേക്കുന്നേ? ഉള്ളി, ചെറിയുള്ളി, തേങ്ങ, മല്ലി, തേങ്ങ എല്ലാം കൂടെ വെള്ളം തിളപ്പിക്കുക. കരിയാപ്പിലയും കൂടി ഇട്ട് ആ വെള്ളത്തിൽ വേണം കുഴയ്ക്കാന്. മനസ്സിലായോ? ഓക്കെ. വെള്ളം ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണിത്. നല്ല തിളച്ച വെള്ളത്തിൽ വേണം പിടി കുഴയ്ക്കാൻ. അതുകൊണ്ട് ഒഴിക്കുന്നു. പിടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഇത് വറുത്ത് പൊടിച്ച് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ജീരകവും, മല്ലി, ചെറിയ ഉള്ളി, കരിയാപ്പില, തേങ്ങ. തേങ്ങ എത്ര ഇടാവോ അത്രയും ടേസ്റ്റ് ഇത് നമ്മൾ നാച്ചുറലായിട്ട് പച്ച അണ്ടി വെട്ടിയിട്ട് ഇനി അരച്ച് ഇത് കോഴിക്കറിയിൽ ഒഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പറായിരിക്കും. നമ്മൾ പച്ചണ്ടി വെട്ടി അരച്ച് കോഴിക്കറിയിൽ ഒഴിക്കുക. ഇത് മതിയോ ഈ വണ്ണം? വെള്ളിയേച്ചി, ഈ പിടിയും കോഴിയുടെ ചരിത്രം ഒന്ന് പറഞ്ഞുതരുമോ? ഇത് പണ്ട് നമ്മുടെ കാരണവന്മാർ പണ്ടേ തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ്. നമ്മുടെ കാനായക്കാർക്ക് പ്രത്യേകതയാണ് ഇത് നമ്മൾ വിശേഷ ദിവസം എന്ന് പറയുമ്പം എന്നാ പറയണ്ടേ, പ്രസവത്തിന് വിടുമ്പം, ഇത് 7ാം മാസത്തിൽ വിടുമ്പോൾ ഈ സംഭവം നമ്മൾ ഉണ്ടാക്കി നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. 12 പിള്ളേരുടെ നേർച്ചകൾ, പിന്നെ എന്നതാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് അതാടി നമ്മള് 12 പിള്ളേരുടെ നേർച്ചയ്ക്കും പ്രസവത്തിന് വിടുമ്പോഴാണ് കാര്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് കാരണവന്മാര് കണ്ടുപിടിച്ച ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂട്ടായ്മ, കൂട്ടായ്മയ്ക്ക് കൊതിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് അടുപ്പിലോട്ട് പിടി. ഈ പിടി ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഉണ്ടായിരുന്ന? തേങ്ങയും വെള്ളവും. തേങ്ങ വെള്ളവും ഒഴിച്ചതിലാണ് നമ്മൾ ഈ പിടി ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ചെയ്യണ്ടേ? നല്ലോണം വേകണം. കരച്ച് വെക്കണോ? വെള്ളം കുറവാണ്. വെള്ളം വെള്ളിച്ച് വെക്കാൻ പോയിട്ടുണ്ട്. വെള്ളം കുറവാണ്, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം വേവണം. ഈ ചിന്നമ്മ എപ്പോഴും എന്നോട് പറയുന്നത്. പിടി ലാസ്റ്റ് വാങ്ങാൻ പോവുകയാണേ. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക ലാസ്റ്റ്. പിടി റെഡി. ഹായ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്. നമ്മുടെ പിടി ഇവിടെ തയ്യാർ.
ഇത് ആപ്പിൾ ജ്യൂസാ? അല്ല മോളെ, ബീറാ. ആണോ? ടച്ചിങ്സ് ഉണ്ടോ? അടിപൊളി ബീഫ് കറി അല്ലേ ഇച്ചിരി. എടാ മോനെ, അടിപൊളി എന്ന് പറയാതെ അടിച്ചു കേറി വാ. പിടിയും കോഴിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ അവിടുന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു, വീട്ടിലെത്താറായി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ കസിൻസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ.